ഇന്ന് നമ്മൾ ഒരു അടിപൊളി ജ്യൂസ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. പച്ച പപ്പായ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ എപ്പോഴും പഴുത്ത പപ്പായ വെച്ചിട്ട് ജ്യൂസ് ചെയ്യലുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി നല്ലൊരു ഡ്രിങ്ക് അല്ലെങ്കിൽ നല്ലൊരു ജ്യൂസായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസിന് വേണ്ടിയിട്ട് ഒരു പച്ച പപ്പായാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് മുഴുവനായിട്ട് വേണ്ടി വരില്ല, ഒരു പകുതി വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഏകദേശം ഒരു 350 ഗ്രാമൊക്കെ അളവിലുണ്ടാവും. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു രീതിയിൽ മുറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മൾ സാധാരണ കറിക്കും തോരനൊക്കെ എടുക്കുന്ന ആ ഒരു പപ്പായ തന്നെയാണ് കേട്ടോ. പഴുപ്പ് തുടങ്ങിയിട്ടൊന്നുമില്ല. പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കുന്ന സമയത്ത് ഒരു 2-3 ഏലക്കായ കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കുക. അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പച്ചപ്പപ്പായ നമ്മൾ അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടല്ല ജ്യൂസ് അടിക്കുന്നത്. ഇതുപോലെ ഒന്ന് വേവിച്ച് ഒന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് കേട്ടോ ജ്യൂസാക്കി മാറ്റുന്നത്. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് ഒരുപാട് വെന്ത് ഇങ്ങനെ ഉടഞ്ഞു വരണ്ട, എന്നാൽ അത്യാവശ്യം വേവും വേണം കേട്ടോ. കാരണം നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അരഞ്ഞു കിട്ടണം. അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര തരി പോലെ തന്നെ കിടക്കും. എത്ര അടിച്ചാലും അത് അരയാത്ത ടൈപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്തോട്ടെ. പാകത്തിന് വേവായി കഴിയുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് അരിച്ചു മാറ്റിയിട്ട് ഇനി പപ്പായ നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടൊക്കെ മൊത്തത്തിൽ പോയി കഴിയുമ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഏലക്കായും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്കായുടെ തൊണ്ട ഇടയ്ക്ക് നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ ഡിസ്റ്റർബ് ആവുമെന്ന് തോന്നുകയാണെങ്കിൽ അത് മാറ്റിയിട്ട് ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഏലക്ക അങ്ങനെ വേവിക്കണ നിർബന്ധമല്ല. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ നല്ല തണുത്ത പാലൂടെ ചേർത്തിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്. പക്ഷെ എന്നാലും പാൽപ്പൊടിയുടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ പാല് മാത്രമായാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടിയാണ് ചേർക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം മൊത്തം പഞ്ചസാര ആയാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ പാൽപ്പൊടിയും എക്സ്ട്രാ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നല്ല തണുത്ത പാലാണ് വേണ്ടത്. ഒരു 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ജ്യൂസിൻ്റെ കട്ടിക്കനുസരിച്ചിട്ട് പാലിൻ്റെ അളവിൽ മാറ്റം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു പാല് ഫ്രീസറിൽ കുറച്ചൊന്ന് കട്ടയാക്കി എടുത്തിട്ടുണ്ട്. കട്ടയായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ട് നല്ലോണം തണുത്തിരിക്കുന്ന പാലായാലും മതി. കട്ടയാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്ലാക്ക് കസ്കസ് ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ജ്യൂസ് മതിയെങ്കിൽ അങ്ങനെ ആയാലും മതി. ഈ ഒരു ജ്യൂസ് ഇതുവരെ ട്രൈ ചെയ്യാത്ത ആളുകൾ വിചാരിക്കുന്നുണ്ടാവും പച്ചപ്പപ്പായ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത്. ശരിക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനും ഈ ഒരു റെസിപ്പി കേട്ട സമയത്ത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിന് സാജിദ് പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സംഭവം സൂപ്പർ തന്നെയാണ്. ഏകദേശം ഒരു ആപ്പിൾ മിൽക്ക് ഷേക്ക് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ടേസ്റ്റ് കയറി വരുന്നതെന്നല്ല, പക്ഷെ നമുക്ക് വീട്ടിലുള്ള പച്ചപ്പപ്പായ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് റെസിപ്പി, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഗസ്റ്റൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഈ ഒരു ജ്യൂസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ബദാം മിക്സ് എസൻസ് അല്ലെങ്കിൽ സ്ട്രോബെറിയുടെയോ പിസ്തയുടെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫ്ലേവർ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു വെറൈറ്റി ഡ്രിങ്ക് തന്നെയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരുപാട് വേണ്ട, വളരെ കുറച്ച് 2-3 തുള്ളി മാത്രം ഇട്ടിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു വെറൈറ്റി ഡ്രിങ്ക് ആയിട്ട് തന്നെ കൊടുക്കുക. വേണമെങ്കിൽ ഒരു ഇത്തിരി കൂടെ ഐസ്ക്രീം കുറച്ച് വെള്ളം എല്ലാം കൂടെ ചേർത്ത് കുറച്ച് ലൈറ്റാക്കി എടുക്കുകയാണെങ്കിൽ സംഭവം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഏത് ഫ്ലേവർ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ചൂടുകാലത്തൊക്കെ വീട്ടിൽ പച്ചപ്പപ്പായൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസ് റെസിപ്പി തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്